വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെപ്റ്റംബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC പരീക്ഷ ഏതുമാകട്ടെ, കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലാസ് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. സിനിമ ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം. ഉത്തരം കേരളം. സിനിമ ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം. ഉത്തരം കേരളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതിയായ കിരീടപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതിയായ കിരീടപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിച്ച വർഷം. ഉത്തരം 2016. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിച്ച വർഷം. ഉത്തരം 2016. സിനിമ ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതിയായ കിരീടം പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം തിരുവനന്തപുരം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിച്ച വർഷം 2016. അടുത്ത ചോദ്യം, ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അംഗരക്ഷകരായ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കാൻ തീരുമാനിച്ച രാജ്യം. ഉത്തരം ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അംഗരക്ഷകരായ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തീരുമാനിച്ച രാജ്യമാണ്. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ 28ാമത് ദേശീയ ഗവേണൻസ് സമ്മേളനത്തിന് വേദിയായത്. ഉത്തരം വിശാഖപട്ടണം. 2025 സെപ്റ്റംബറിൽ 28ാമത് ഗവേണൻസ് സമ്മേളനത്തിന് വേദിയായത് വിശാഖപട്ടണം. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ സർക്കാരിൻ്റെ MS സുബ്ബുലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം KJ യേശുദാസ്. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബുലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം KJ യേശുദാസ്. ഒന്നും കൂടി നോക്കാം. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അംഗരക്ഷകരായ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തീരുമാനിച്ച രാജ്യം. ഉത്തരം ഇന്ത്യ. 2025 സെപ്റ്റംബറിൽ 28ാമത് ദേശീയ ഗവേണൻസ് സമ്മേളനത്തിന് വേദിയായത്. ഉത്തരം വിശാഖപട്ടണം. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബുലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ്. അടുത്ത ചോദ്യം, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം മോഹൻലാൽ. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം മോഹൻലാൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി സംസ്ഥാനത്താണ്. ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്ക് നിലവിൽ വരുന്നത്. ഉത്തരം ധാർ. രാജ്യത്തെ ആദ്യത്തെ PM പാർക്ക് മിത്ര നിലവിൽ വരുന്നത്. ഉത്തരം ധാർ. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബുലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം മോഹൻലാൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്ക് നിലവിൽ വരുന്നത്. ഉത്തരം ധാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൈന്യം അടുത്തിടെ അമോഘ് ഫ്യൂറി എന്ന സംയോജിത ഫയർ പവർ അഭ്യാസം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം വരുന്നത് രാജസ്ഥാൻ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ അമോഘ് ഫ്യൂറി എന്ന സംയോജിത ഫയർ പവർ അഭ്യാസം ഏത് സംസ്ഥാനത്തായിരുന്നു? ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സിനിമയ്ക്ക് ആയുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം. ഉത്തരം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമയ്ക്കായുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം. ഉത്തരം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അടുത്ത ചോദ്യം, 2ാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹൻ വേദി. ഉത്തരം തിരുവനന്തപുരം. 2ാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹൻ വേദി. ഉത്തരം തിരുവനന്തപുരം.
ഒന്നും കൂടി നോക്കാം. ഇന്ത്യൻ അമോക് അടുത്തിടെ അമോക് ഫ്യൂറി എന്ന സംയോജിത ഫയർ പവർ അഭ്യാസം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യൻ സിനിമയ്ക്കായുള്ള സമഗ്ര സംഭാവനയ്ക്ക് ഏറ്റവും വലിയ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹൻ വേദി. ഉത്തരം തിരുവനന്തപുരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രീഡം എഡ്ജ് എന്ന ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം ആരംഭിച്ചത്? ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രീഡം എഡ്ജ് എന്ന ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം? യുണൈറ്റഡ് സ്റ്റേറ്റ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ചൈനയിലെ ഗ്യാങ്ടോങ് പ്രവിശ്യയുടെ തീരത്ത് വീശിയ ചുഴലിക്കാറ്റ്? മീറ്റാങ് ചുഴലിക്കാറ്റ്. 2025 സെപ്റ്റംബറിൽ ചൈനയിൽ ഗ്യാങ്ടോങ് പ്രവിശ്യയുടെ തീരത്ത് വീശിയ ചുഴലിക്കാറ്റ്? ഉത്തരം മീറ്റാങ് ചുഴലിക്കാറ്റ്. അടുത്ത ചോദ്യം, സ്കേറ്റിംഗിൽ ഇന്ത്യയിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യൻ താരം? ആനന്ദ് കുമാർ വേൽകുമാർ. സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആനന്ദകുമാർ വേൽകുമാർ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ക്ലമഡിയയിൽ കോലകളെ സംരക്ഷിക്കുന്നതിനുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ അംഗീകരിച്ചു? ഉത്തരം ഓസ്ട്രേലിയ. 2025 സെപ്റ്റംബറിൽ ക്ലമഡിയ കോലകളെ സംരക്ഷിക്കുന്നതിനുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ അംഗീകരിച്ചത് ഓസ്ട്രേലിയ. ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രീഡം എഡ്ജ് എന്ന ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം ആരംഭിച്ചത്? ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ചൈനയിലെ ഗ്യാങ്ടോങ് പ്രവിശ്യയുടെ തീരത്ത് വീശിയ ചുഴലിക്കാറ്റ്? ഉത്തരം മീറ്റാങ് ചുഴലിക്കാറ്റ്. അടുത്തത്, സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യൻ താരം ആനന്ദ് കുമാർ വേൽകുമാർ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ക്ലമഡിയയിൽ കോലകളെ സംരക്ഷിക്കുന്നതിന് ലോകത്തിലെ ആദ്യ വാക്സിൻ അംഗീകരിച്ചത്? ഉത്തരം ഓസ്ട്രേലിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്